ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ ജനനം വ്യത്യസ്തമാണ്, യേശു ക്രിസ്തുവിന്റെ ജീവിതം വ്യത്യസ്തമാണ്. കാരണം യേശു തന്നെ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആർക്ക് പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം? അന്നത്തെ റോമ ഗവൺമെന്റ് പറഞ്ഞു, ഇവനിൽ ഒരു പാപവും ഞങ്ങൾ കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. ശ്രദ്ധിച്ചേ പ്രിയരെ, ആ 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർക്ക് പഠിപ്പില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, നിയമം അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ യേശുവിൽ ഒരു കുറ്റവുമില്ല. ആമേൻ. പീലാത്തോസ് അന്നത്തെ അധിപതി പ്രകാരം പറഞ്ഞു, ആമേൻ, അവന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ അവനെ അടിപ്പിച്ചു വിടാം. കുറ്റം ചെയ്യാത്തവരെ എന്തിനാ അടിക്കുന്നത്? യേശു കുറ്റം ചെയ്യാതിരുന്നിട്ടും യേശുവിനെ എന്താ ശിക്ഷിച്ചത്? യേശുവിനെ എന്താ ക്രൂശിച്ചത്? സ്നേഹിത, യേശു ക്രൂശിക്കപ്പെടുവാൻ, യേശു അടികൊള്ളാൻ, യേശു ക്രൂശിൽ മരിക്കാൻ ആരാണ് പാപം ചെയ്തത്? ആരാണ് തെറ്റ് ചെയ്തത്? ഞാൻ പറയാ, ഈ ലോകത്തിലെ സകല മനുഷ്യരും ചെയ്ത പാപത്തിന് പരിഹാരം ലഭിക്കാനാണ് യേശു ക്രിസ്തു മരിക്കുവാനിടയായത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏകന്റെ അനുസരണക്കേടാൽ സകലരും പാപികളായി മാറി ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ ആദ്യ മനുഷ്യനാകുന്ന ആദാം പാപം ചെയ്തപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും ഭാവികളായി മാറി. എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത, താങ്കളും ഒരു ഭാവിയാണെന്നുള്ള കാര്യം അറിയാതെ പോകരുത്. താങ്കൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചെന്നുള്ള കാര്യം അറിയാതെ പോകരുത്. ഏകന്റെ അനുസരണക്കേടാൽ സകലരും ഭാവികളായപ്പോൾ ഏകനാകുന്ന യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ സകലരും നീതിമാന്മാരായി മാറുകയാണ്. അതെ, യേശുവിൽ നീ വിശ്വസിച്ചാൽ, യേശുവിനെ നീ കൈക്കൊണ്ട് യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായാൽ ആ യേശുവിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ടിടയാകും. അതെ, നീ രക്ഷപ്പെടുവാൻ യേശു അടികൊണ്ടു, യേശു ക്രൂശിൽ മരിക്കുവാനിടയായി, യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം ധരിക്കുവാനിടയായി, 2 കൈയിലും 2 കാലിലുമായി 3 ആണികളാൽ യേശു ആമെ തൂങ്ങി മരിപ്പാനിടയായി. അവസാനം യേശു അടക്കപ്പെട്ടു. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. താമസം വരെ ആമേ വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. അതേ പ്രിയരെ, ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഇതാണ്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്.